Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് സർഫസിൻ്റെ ഗ്രാഫിംഗ് ആണ്. അതിലെ ഫസ്റ്റ് ക്വാഡ്രാറ്റിക് സർഫസ് നമ്മൾ പഠിച്ചത് എലിപ്സോയിഡ് ആണ്. നമുക്കിവിടുത്തെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ XYZ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് നമ്മുടെ ഗ്രാഫിങ്ങിൻ്റെ സ്കെച്ചിങ് എന്ന് പറഞ്ഞാൽ റഫായിട്ടായിരിക്കും നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് സർഫസ് എലിപ്സോയിഡ് ആണ്. അപ്പം എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ x² + y² + b² + z² / c² = 1 ആണ്. അവിടെ എയും ബിയും സിയും > 0 ആയിരിക്കും. ഇത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്ലോട്ടിംഗ് ദ ഇൻ്റർസെക്ഷൻ വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ആക്സിസുകളിൽ ഇൻ്റർസെക്ഷനെ ആദ്യം പ്ലോട്ട് ചെയ്യണം. അതിനുശേഷം ദെൻ സ്കെച്ചിങ് ദ എലിപ്റ്റിക്കൽ ട്രേസസ് ഇൻ ദ കോർഡിനേറ്റ് പ്ലെയിൻ. കോർഡിനേറ്റ് പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യണം? എലിപ്റ്റിക്കൽ ട്രേസുകളെ സ്കെച്ച് ചെയ്യണം. ഓക്കെ, ഇതാണ് സ്കെച്ചിങ്ങിൻ്റെ തിയറി പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. x² / 4 + y² / 16 + z² / 9 = 1. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. പരീക്ഷയ്ക്ക് ചിലപ്പം ഈ റഫ് സ്കെച്ചിങ്, അതായത് എലിപ്സോയിഡിൻ്റെ റഫ് സ്കെച്ചിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൈപ്പർബോളോയിഡോ വൺ ഷീറ്റിൻ്റെ റഫ് സ്കെച്ചിങ് എങ്ങനെയാണെന്നൊക്കെ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അങ്ങനെ എന്താണ് ചോദിച്ചാൽ ഈ തിയറിയാണ് അതിൻ്റെ റഫ് സ്കെച്ചിങ്ങിൻ്റെ തിയറി ആയിട്ട് എഴുതി വെക്കാനായിട്ട്. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഈ ഇതിൻ്റെ ഓരോന്നിൻ്റെ റഫ് സ്കെച്ചിങ് എങ്ങനെയാണെന്നുള്ളത്. ഡിസ്ക്രൈബ് ദ റഫ് സ്കെച്ച് ഓഫ് ആൻ എലിപ്സോയിഡ് എന്ന് ചോദിച്ചാൽ ഇതാണ് റഫ് സ്കെച്ച് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഇവിടെ രണ്ടിടത്തും ഡിനോമിനേറ്റർ എയും ബിയും സിയുമാണ്. ഇവിടെ ഡിനോമിനേറ്റർ a = 2 വരും, ഇവിടെ b 4 വരും, ഇവിടെ c 3 വരും. ഇതെല്ലാം > 0 ആണ്. അപ്പം ഇത് റഫ് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഗിവൺ ഇക്വേഷൻ എന്തായിരുന്നു? എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ x² / 4 + y² / 16 + z² / 9 = 1. ഇതാണ് എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് 3 ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കണം. ആദ്യം x ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാം. x ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടി yക്കും 0 കൊടുക്കണം, zനും 0 കൊടുക്കണം. അപ്പം ഇവിടെ ഈ yയും zും 0 ആയാൽ ബാക്കി എന്തുവരും? x² / 4 = 1 വരും. അതിൽ നിന്ന് x² = 4 വരും. x² 4 ആണെങ്കിൽ x എന്തുവരും? x = ± 2 വരും. ഇനി y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയോ xനും zനും 0 കൊടുക്കുന്നു അല്ലേ? y ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടി xനും zനും 0 കൊടുക്കുന്നു. അപ്പം നമുക്ക് എന്തുവരും? y² = 16 വരും. ശരിയല്ലേ? അപ്പോൾ y² 16 ആണെങ്കിൽ y എന്തുവരും? y = ± 4 വരും. ഇതാണ് y ഇൻ്റർസെപ്റ്റ്. ഇനി z ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനോ ആർക്ക് 0 കൊടുക്കണം? xനും 0 കൊടുക്കണം, yക്കും 0 കൊടുക്കണം. അപ്പം നമുക്ക് എന്തുവരും? z² = 9 വരും. z² 9 ആണെങ്കിൽ z എന്തുവരും? z = ± 3 വരും. അപ്പം എക്സും വൈയും ഇസഡും ഇൻ്റർസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? നമ്മൾ എലിപ്റ്റിക്കൽ ട്രേസസുകളെ സ്കെച്ച് ചെയ്യണം. എവിടെ? കോർഡിനേറ്റ് പ്ലെയിൻ. അന്നേരം നമുക്ക് അതിൻ്റെ ഗ്രാഫ് കിട്ടും. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് അതിൻ്റെ റഫ് സ്കെച്ച് എന്ന് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. നോക്കിയാട്ടെ. ആദ്യം നമ്മൾ ഏത് ആക്സിസ് വരയ്ക്കുന്നത്? റഫ് സ്കെച്ച് ഒന്ന് വരച്ച് കാണിക്കാമേ. ആദ്യം നമ്മൾ y ആക്സിസ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചോണേ. ഇത് y ആക്സിസ്, ഇത് നമ്മുടെ z ആക്സിസ്, ഇത് x ആക്സിസ്. നമ്മൾ 3 ആക്സിസ് മാർക്ക് ചെയ്തു. ആദ്യം ഏതാണ്? വൈയുടെ ഇൻ്റർസെപ്റ്റുകൾ ഏതായിരുന്നു? വൈയുടെ ഇൻ്റർസെപ്റ്റ് ± 4 ആണ്. അപ്പം ഇവിടെയായിട്ട് വരും 0 4 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും. അപ്പോൾ അവിടെ x z 0 ആണല്ലോ. ഇവിടെയാണ് ഏത് വരുന്നത്? 0, -4, 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. ഓക്കെ ആണല്ലോ. ഇനി z ഇൻ്റർസെപ്റ്റോ? z ഇൻ്റർസെപ്റ്റ് ± 3 ആണ്. അപ്പം 0 0 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. 0 0 3 അല്ലെ? z ഇൻ്റർസെപ്റ്റ് എടുക്കുമ്പോൾ എക്സും വൈയും 0 ആണല്ലോ. പിന്നെ 0 0 -3 ഏകദേശം ഇവിടെ വരും. പിന്നെ അടുത്ത x ഇൻ്റർസെപ്റ്റോ? x ഇൻ്റർസെപ്റ്റ് ± 2 ആണ്. അപ്പോൾ ± 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വരും 2 അല്ലേ? 2. അപ്പോൾ അവിടെ വൈയും ഇസഡും 0 ആണ്. ഇതാണ് 2 0 0 എന്ന് പറയുന്ന പോയിന്റ്. ഇത് ഏത് വരും? ഇത് -2 0 0 എന്ന് പറയുന്ന പോയിന്റ് വരും. ഓക്കെ, നമ്മൾ 4 ഇൻ്റർസെപ്റ്റുകളെ വരച്ചു. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്ത് വരയ്ക്കണം. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഇൻ്റർസെപ്റ്റുകളെ തമ്മിൽ കൂട്ടിമുട്ടിയേക്കുന്ന ലൈൻ കണ്ടോ? അപ്പം ഇവിടെ ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കാണിച്ചോണം. അല്ലെങ്കിൽ ഡോട്ട് ലൈനായിട്ടോ ഇതിനെ ഈ ഒരു പോർഷൻ, ഇത് ഒരു ഇൻ്റർസെപ്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തേക്കുന്നതാണ് ഇത്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചേക്കാം. പിന്നെ ഒന്ന് ജോയിൻ ചെയ്തേക്കുന്നത് ഇതാണ്. ഓക്കെ, പിന്നെ ഒന്ന് ജോയിൻ ചെയ്തേക്കുന്നത് ഇതാണ്.
അപ്പം ഈ പോയിന്റ് ഇച്ചിരി കട്ടിക്ക് മാർക്ക് ചെയ്തതാണ്, ഈ ഡോട്ടഡ് പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? ഇതിനെ തമ്മിൽ ഇതിൻ്റെ എലിപ്റ്റിക്കൽ ട്രേസസ് വരയ്ക്കുന്നു. അപ്പം എലിപ്റ്റിക്കൽ ട്രേസസ് വരയ്ക്കുമ്പോൾ എന്താ എങ്ങനെ വരുന്നത്? ഇതാ ഇവിടുന്ന് 0 to 0 ഇങ്ങോട്ട് ഒരെണ്ണം വരും, പിന്നെ അത് താഴെ 0 ഇതാ ഇത് തമ്മിൽ യോജിപ്പിച്ച് ഇതാ ഒരു എലിപ്റ്റിക്കൽ ട്രേസ് വരും. പിന്നെ അടുത്ത എലിപ്റ്റിക്കൽ ട്രേസോ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതാ ഇതിവിടെ ജോയിൻ ചെയ്തു, ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഇതാ ഇതിങ്ങോട്ടും ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി വേറെ ഏത് വരും? ഇതാ ഈ 0 0 3 0 ഇതും. അപ്പം ഇത് യോജിക്കുകയും ഇതാ ഇതിങ്ങോട്ട് വന്ന് ഇതാ ഇവിടെ കൂടെ ജോയിൻ ചെയ്തിലേക്കൂടെ വരും. പിന്നെ ഇതാ ഇവിടെ എന്താ മേളിലായി പോയേ ഈ 0 to 0 ഇതാ ഇങ്ങനെയും വരും. ഓക്കെ, ഇതാണ് റഫ് സ്കെച്ച് വരയ്ക്കുന്നത്. അതാണ് ഈ വരച്ച് കാണിച്ചേക്കുന്നത്. കണ്ടോ, എലിപ്റ്റിക്കൽ ട്രേസ് 1 2 3 വരയ്ക്കണം. ഇതാ ഇതൊന്ന്, ഇത് 2, ഇത് 3 എലിപ്റ്റിക്കൽ ട്രേസും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനും വരച്ചു. ഓക്കെ, ഇതാണ് എലിപ്സോയിഡിൻ്റെ റഫ് സ്കെച്ച് വരയ്ക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. റഫ് സ്കെച്ച് വരയ്ക്കാനായിട്ട് ക്ലിയർ ആണല്ലോ. ആദ്യം എക്സും വൈയും ഇസഡും ഇൻ്റർസെപ്റ്റുകൾ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? XYZ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക, അതിനെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തേത് ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിൻ്റെ റഫ് സ്കെച്ചാണ്. അപ്പോൾ ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ്? x² + y² / b² -z² / c² = 1 ആണ്. അവിടെയും എയും ബിയും സിയും > 0 ആയിരിക്കും. അപ്പം അതിൻ്റെ റഫ് സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഫസ്റ്റ് സ്കെച്ചിങ് ദ എലിപ്റ്റിക്കൽ ട്രേസ് ഇൻ ദ XY പ്ലെയിൻ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം XY പ്ലെയിനിൽ എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. ഓക്കെ, ആദ്യം ഏത് പ്ലെയിനിലാണ്? XY പ്ലെയിൻ. XY പ്ലെയിനിൽ ആദ്യം എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. then the elliptical trace in the plane z = ± c. അതിനുശേഷം z = ± c എന്ന് പറയുന്ന പ്ലെയിനിൽ എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. then the hyperbolic curve that join the end points of the axis of these ellipses. ഈ എലിപ്സുകളുടെ ആക്സിസിൻ്റെ എൻഡ് പോയിന്റുകളെ ജോയിൻ ചെയ്ത് ഹൈപ്പർബോളിക് കർവിനെ ട്രേസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിൻ്റെ റഫ് സ്കെച്ച് വരയ്ക്കാൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിൻ്റെ റഫ് സ്കെച്ച് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പം ചോദിച്ചാൽ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പം 3 സ്റ്റെപ്പാണ്. ആദ്യം ആരെ സ്കെച്ച് ചെയ്യണം? XY പ്ലെയിനിൽ എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? z = ± c എന്ന് പറയുന്ന പ്ലെയിനിൽ എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? എലിപ്സുകളുടെ ആക്സിസിൻ്റെ എൻഡ് പോയിന്റുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്ത് ഹൈപ്പർബോളിക് കർവിനെ ട്രേസ് ചെയ്യണം. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിൻ്റെ റഫ് സ്കെച്ചിങ് വരുന്നത്. അതിന് എക്സാമ്പിൾ നോക്കിയാട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്: സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റ്. അപ്പോൾ ഇവിടെ x² ഡിനോമിനേറ്റർ ഇല്ല, ഡിനോമിനേറ്റർ ഇല്ലാത്തത് നമുക്ക് 1² എന്ന് എഴുതാം. y² ഡിനോമിനേറ്റർ ഇല്ല, ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ എന്തായിരിക്കും? 1² ആയിരിക്കും. അപ്പോൾ ഇവിടെ A1 ആണ്, ബിയും 1 ആണ്, C2 ആണ്. അപ്പോൾ എയും ബിയും സിയും > 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച റഫ് സ്കെച്ചിങ്ങിൻ്റെ തിയറി അനുസരിച്ച് ആദ്യം ആരെയാ ട്രേസ് ചെയ്യേണ്ടത്? വേണ്ടേ? ആദ്യം നമ്മൾ ആരെയാ ട്രേസ് ചെയ്യേണ്ട? ഈ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം ആരെയാ ട്രേസ് ചെയ്യേണ്ടത്? ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ ട്രേസസ് ഇൻ ദ XY പ്ലെയിൻ അല്ലേ? XY പ്ലെയിനിലെ ട്രേസസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്ക് 0 എന്ന് കൊടുക്കണം? നോക്കിയോട്ടെ. എന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതാണ്ടേ, ദ ട്രേസസ് ഇൻ ദ XY പ്ലെയിൻ. ആദ്യം നമുക്ക് XY പ്ലെയിനിലെ ട്രേസ് കിട്ടണം. അപ്പം XY പ്ലെയിനിലെ ട്രേസ് കിട്ടാൻ വേണ്ടി നമ്മൾ ആരെ സെറ്റ് ചെയ്യണം? z = 0 എന്ന് കൊടുക്കണം. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഞാൻ റഫ് സ്കെച്ച് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണ്: x² + y² - z² / 4 = 1. ഇതാണ് നമ്മുടെ ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അതിൻ്റെ റഫ് സ്കെച്ചിങ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ആദ്യം നമുക്ക് എവിടുത്തെ കിട്ടേണ്ടത്? XY പ്ലെയിനിലെ ട്രേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ XY പ്ലെയിനിലെ ട്രേസ് കിട്ടാൻ വേണ്ടി ആർക്ക് 0 കൊടുക്കണം? ഇസഡിന് 0 കൊടുക്കണം. അപ്പോൾ ഇസഡിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² + y² = 1 എന്ന് കിട്ടി അല്ലേ? അപ്പം x² + y² = 1 ആണ്. അവിടെ ആര് 0 ആണ്? z കോർഡിനേറ്റ് 0 ആണ്. അപ്പം x² + y² = 1 എന്ന് പറഞ്ഞാൽ ആരുടെ ഇക്വേഷൻ ആണ്? സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്.
അതിൻ്റെ റേഡിയസ് എത്രയാണ് 1 ആണ്. ഏത് ആക്സിസിലാണ് സെൻറ്റർ വരേണ്ടത്? ഇസഡ് ആക്സിൽ സെൻറ്റർ വേണം, കാരണം ഇസഡ് ഈക്വൽ ടു 0 അല്ലേ. അപ്പം ആദ്യം നമ്മൾ എന്താണ് എക്സ് വൈ പ്ലെയിനിലെ ട്രേസ് കിട്ടാൻ വേണ്ടി ഇസഡിന് 0 കൊടുക്കുന്നു. അപ്പം നമുക്ക് x² + y² ഈക്വൽ ടു 1 കിട്ടുന്നു. അതിൽ സർക്കിളിൻ്റെ ഇക്വേഷനാണ് റേഡിയസ് 1 ആണ്. ഇസഡ് ആക്സിസിലായിരിക്കും സെൻറ്റർ വരുന്നത്. ഓക്കെ, ഇനി ട്രേസസ് ഇൻ ദ പ്ലെയിൻ എന്താണെന്ന് പറയുന്നുണ്ട്. റഫ് സ്കെച്ചിനകത്ത് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എക്സ് വൈ പ്ലെയിനിൽ സ്കെച്ച് ചെയ്തു. അതിനുശേഷം എന്താണ് എലിപ്റ്റിക്കൽ ട്രേസ് സ്കെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പ്ലെയിൻ എടുക്കേണ്ട ഇക്വേഷൻ? ഇസഡ് ഈക്വൽ ടു +or - c എന്നാണ് എടുക്കേണ്ടത്. അപ്പം ഇസഡ് ഈക്വൽ ടു +or - c എന്ന് പറഞ്ഞാൽ ഇവിടെ c എത്രയാണ്? ഡിനോമിനേറ്റർ c² ഈക്വൽ ടു 4 ആണ്. c² 4 ആണ്. c എത്ര വരും? c ഈക്വൽ ടു +or - 2 വരും. അപ്പം ഇസഡ് ഈക്വൽ ടു +or - c എന്ന് എടുക്കണമല്ലേ നമ്മൾ തിയറി പഠിച്ചേ. അപ്പം ഇസഡ് ഈക്വൽ ടു +or - 2c എന്ന് പറഞ്ഞാൽ +or - 2 വരും. അപ്പം ട്രേസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 2ഉം ഇസഡ് ഈക്വൽ ടു -2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇസഡിനെ പ്ലസ് അല്ലെങ്കിൽ +or - 2 ഈ ഇക്വേഷനകത്ത് കൊടുക്കണം. അപ്പം ഇസഡ് ഈക്വൽ ടു +or - c ആണ് നമ്മുടെ ട്രേസിങ്. അവിടെ c2 ആയതുകൊണ്ട് ഇസഡ് ഈക്വൽ ടു +or - 2 ആണ് വരേണ്ടത്. അപ്പം ഇസഡ് ഈക്വൽ ടു +or - 2 അവിടുത്തെ ട്രേസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഗിവൺ ഇക്വേഷനകത്ത് ഇസഡിന് +2 കൊടുക്കണം, -2 കൊടുക്കണം. രണ്ടിലേത് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? x² + y² -1 ഈക്വൽ ടു 1 കിട്ടും. +2 കൊടുത്താലും -2 കൊടുത്താലും. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? x² + y² ഈക്വൽ ടു എത്ര വരും? 2 വരും. ഓക്കെ ആണല്ലോ. അപ്പം x² + y² ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതും സർക്കിളിൻ്റെ ഇക്വേഷനാണ്. റേഡിയസ് എത്രയാണ്? √2 ആണ്. അതിൻ്റെ സെൻറ്ററും ഏത് ആക്സിസ് ആണ്? സെൻറ്റേർഡ് ഓൺ ദ ഇസഡ് ആക്സിസ് ആയിരിക്കും. ഇനി അതിൽ നിന്ന് നമുക്ക് കർവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി y കോർഡിനേറ്റ് 0 ആകുമ്പോൾ x² ഈക്വൽ ടു ഏത് വരും? 2 വരും. x² 2 ആണെങ്കിൽ x എത്ര വരും? x ഈക്വൽ ടു +or - √2 വരും. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റ് ഏതാണ്? എക്സിൻ്റെ വാല്യൂ +√2 എടുക്കുന്നു. അവിടെ y 0 ആണ്. ഇസഡിൻ്റെ വാല്യൂ ഏത് വരും? 2 വരും. പിന്നെ എക്സിൻ്റെ വാല്യൂ നമ്മൾ -√2 എടുക്കുന്നു. അപ്പോഴും y 0 ആണ്. ഇസഡ് എത്ര വരും? 2 വരുന്നു. ഓക്കെ ആണല്ലോ. ഇനിയും എന്താണ്? തിരിച്ചാർക്ക് 0 കൊടുക്കാം? എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ y² ഈക്വൽ ടു വരും? y² ഈക്വൽ ടു 2 വരും. y² 2 ആണെങ്കിൽ y എന്ത് വരും? y ഈക്വൽ ടു +or - 2 വരും. അപ്പോൾ ഏതൊക്കെ വരും? എക്സിൻ്റെ വാല്യൂ എവിടെ നിന്നാണ്? എക്സ് 0 ആണ്. വൈയുടെ വാല്യൂ √2 വരും. ഇസഡിൻ്റെ വാല്യൂ 2 വരും. പിന്നെ വൈയുടെ വാല്യൂ 0 വരും. ഇസഡിൻ്റെ വാല്യൂ -√2 വരും. ഇസഡിൻ്റെ വാല്യൂ വരും 2 വരും. ഇനി ഇതേ കാര്യം തന്നെ ഇസഡിന് എത്ര കൊടുത്തെഴുതാം? -2 കൊടുത്തെഴുതാം. മനസ്സിലായോ? ഇതേ കാര്യം തന്നെ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ എന്ത് കൊടുക്കാം? -2 കൊടുത്തെഴുതാം. അതായത് എക്സിൻ്റെ വാല്യൂ √2 ആകുമ്പോൾ y 0 വരും. ഇസഡിൻ്റെ വാല്യൂ വരും -2 വരും. പിന്നെ എക്സിൻ്റെ വാല്യൂ √2, y 0, ഇസഡിൻ്റെ വാല്യൂ -2. ഇവിടെ ഇസഡിൻ്റെ വാല്യൂ -2 കൊടുക്കുമ്പോൾ 0 √2 -2. അടുത്ത പോയിന്റോ 0 -√2 -2. ഓക്കെ, അങ്ങനെ നമുക്ക് മൊത്തം ഏതൊക്കെ പോയിന്റ്സ് വരും? ഇവിടെ എന്താണ്? x² + y² ഈക്വൽ ടു 1. x² + y² ഈക്വൽ ടു 1 ആകുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. അപ്പം അവിടെ x² + y² ഈക്വൽ ടു 1 ആണല്ലോ. അപ്പം എന്താ ഇക്വേഷൻ വന്നത്? സർക്കിളാണ്. സർക്കിളിൻ്റെ റേഡിയസ് ചെയ്തൊരു 1 വരും. ഓക്കെ, അപ്പം അവിടുത്തെ പോയിന്റ് എന്താണ്? +or - 1 കൊടുത്ത് അവിടെയും എഴുതാമല്ലോ. അപ്പം ഈ ഫിഗർ എങ്ങനെ വരും? റഫ് സ്കെച്ച് ചെയ്ത് വരും. അപ്പം നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കിയട്ടെ. നമ്മൾ ആദ്യം ഏത് ആക്സിസ് വരയ്ക്കുന്നു? ഇത് y ആക്സിസ് വരയ്ക്കുന്നു. മനസ്സിലായോ? ഇങ്ങോട്ട് വരച്ചപ്പം മാറിപ്പോയേ. ആദ്യം നമ്മൾ y ആക്സിസ്, പിന്നെ ഇത് x ആക്സിസ്, ഇത് z ആക്സിസ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ പോയിന്റ്സ് ഉള്ള ഏതൊക്കെയാണ്? സർക്കിള് സെൻറ്റർ ആക്കിക്കൊണ്ടല്ലേ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇസഡ് ആക്സിസ് സെൻറ്റർ, ഇതല്ലേ ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസ് സെൻറ്ററും റേഡിയസ് എത്രയാണ്? റേഡിയസ് 1ഉം 0ഉം 0ഉം എന്ന പോയിന്റാണ്. അപ്പം ഇസഡ് ആക്സിസ് സെൻറ്റർ ആകുമ്പോൾ x² + y² ഈക്വൽ ടു 1 അല്ലേ. ഇവിടുന്ന് ഏതൊക്കെ പോയിന്റ് വരും? ഇവിടുന്ന് y 0 ആണെങ്കിൽ x എത്ര വരും? x² ഈക്വൽ ടു 1 വരും. അപ്പോൾ x എത്ര വരും? x ഈക്വൽ ടു +or - 1 വരും. ഓക്കെ, അപ്പം ആ പോയിന്റ് ഏതൊക്കെ വരും? എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ y 0 വരും. ഇസഡിൻ്റെ വാല്യൂ 0 വരും.
എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോഴും വൈയും ഇസഡും 0 വരും. ഇനി ഇവിടെ വൈക്ക് 0 കൊടുത്തതിന് വരെ ആർക്ക് 0 കൊടുക്കാം? എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താലോ y² = 1 ആണല്ലോ. അപ്പം y എന്ത് വരും? +or-1 വരും. അപ്പോൾ പോയിന്റ് ഏത് വരും? 0 1 0 വരും, 0 -1 0 വരും. അപ്പോൾ നമുക്ക് മൊത്തം എന്താ ഇവിടെ 4 പോയിന്റ്സ്, ഇത് 4 പോയിന്റ്സ്, 4 4 8, ഇത് 4 പോയിന്റ്സ്, 8 4 12 പോയിന്റാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഏത് പ്ലെയിനിലാണ് പ്ലോട്ട് ചെയ്യേണ്ടത്? XY പ്ലെയിനിലാണ് ആദ്യം പ്ലോട്ട് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് ആദ്യം XY പ്ലെയിനിലാണ് നമുക്ക് ട്രേസ് ചെയ്യേണ്ടത്. അപ്പം എന്താണ്ട് ഈ പോയിന്റിനെ വേണം ആദ്യം ട്രേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എക്സ് ആക്സിസിൽ 1 0 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? എക്സ് ആക്സിസിലെ 1 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. എക്സ് ആക്സിസിൽ 1 0 0 ഇവിടെ വരും. അപ്പം -1 0 0 ഈ പോയിന്റ് വരും അല്ലേ? 1 0 0 -1 0 0 അതിനെ തമ്മിൽ യോജിപ്പിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പിന്നെ y ആക്സിസിൽ -1 0, അപ്പോൾ 0 y ആക്സിസിൽ -1, ഇത് 0 -1 0 വരും. അടുത്ത ഏത് വരും? ഇത് 0 1 0 വരും അടുത്ത പോയിന്റ്. ഓക്കെ, അപ്പം ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു? ലൈൻ വരച്ചു. ഓക്കെ, അപ്പം നമുക്ക് ഈ ആദ്യത്തെ XY പ്ലെയിനിലെ ഈ 4 പോയിന്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഈ 4 പോയിന്റ് പ്ലോട്ട് ചെയ്തു. XY പ്ലെയിനിൽ നമ്മൾ അതിൻ്റെ എലിപ്റ്റിക്കൽ ട്രേസ് മാർക്ക് ചെയ്തു. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതിങ്ങോട്ട് യോജിപ്പിച്ചു. ശരിക്കും അതിനകത്ത് ഫിഗറിൽ കാണുന്ന പോലെ തന്നെ യോജിപ്പിക്കണേ. ഇത് 4 കൂടെ യോജിപ്പിച്ചു. ഞാൻ ഈ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകലമൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരും. നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചോണേ. അപ്പം ഇങ്ങനെ നമുക്ക് ആദ്യത്തേത് കിട്ടി. XY പ്ലെയിനിലാണ് നമ്മൾ ആദ്യം ട്രേസ് ചെയ്ത്. അതിനുശേഷം ഏതാ ട്രേസ് ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് നോക്കിയാട്ടെ, Z = +or-c എന്ന് പറയുന്ന എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. അപ്പം Z = +or-c ആവും. ഇസഡിൻ്റെ വാല്യൂ വരും +or-2 വരും. അപ്പം ഈ 4 പോയിന്റും വരയ്ക്കണം, പിന്നെ ഈ 4 പോയിന്റും വരയ്ക്കണം. ഇനി അതാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഏതൊക്കെയാ പോയിന്റുകൾ വരുന്നത് നോക്കിയേ. എക്സ് ആക്സിസിന് പാരലായിട്ട് ഇതാ √2 0 2, പിന്നെ ഏതാണ് √2 0 2, -2 -√2 0 2, √2 0 -2, √2 0 -2. ഓക്കെ, ഓരോരോ പോയിന്റായിട്ട് മാർക്ക് ചെയ്യാം. ഇതാ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു പോയിന്റ് ഇതാ ഇവിടെ വരും. എല്ലാം ഇസഡ് ആക്സിസ് സെന്റർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. 0 എക്സ് കോർഡിനേറ്റ് 0, അപ്പം y കോർഡിനേറ്റ് -√2, ഇസഡ് കോർഡിനേറ്റ് 2 വരും. അതിന് എന്താണ് പാരലായിട്ട് വരയ്ക്കുന്ന പോയിന്റ് ഇതാണ്. അതിൻ്റെ നെഗറ്റീവ് പോയിന്റ് പോസിറ്റീവ് വരും. 0 √2 2 വരും. എക്സ് ആക്സിസിലാണ് ഈ പോയിന്റ്. ഇത് y ആക്സിസ്, ഇത് y ആക്സിസിനാണ്. അപ്പം y ആക്സിസിന് പാരലായിട്ടാണ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഇസഡ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എന്താണ് 0 ആണ്. y കോർഡിനേറ്റ് -√2 +√2 വരും. ഇസഡിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 2 2 തന്നെ വരും. 2 × 2 ആയിരിക്കും ഇസഡിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഏതാണ്? അടുത്തത് അതിന് പാരലായിട്ട് വരുന്ന അടുത്ത പോയിന്റ്, അവിടെ y കോർഡിനേറ്റ് 0 കൊടുക്കുന്നു. അപ്പം എക്സിൻ്റെ വാല്യൂ √2 0 2 വരും എക്സിൻ്റെ വാല്യൂ. അതിന് ഇവിടെ അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ പോയിന്റ് എക്സിൻ്റെ വാല്യൂ -√2 വരും. y കോർഡിനേറ്റ് 0, ഇസഡ് കോർഡിനേറ്റ് 2 വരും. അപ്പം ഇതാ വരയ്ക്കുമ്പോൾ ഇതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, പിന്നെ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇത് 4 കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എലിപ്റ്റിക്കൽ ട്രേസ് വരയ്ക്കണം. എലിപ്റ്റിക്കൽ ട്രേസ് ആകണേ. ഇത് 4 കൂടെ പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? എലിപ്റ്റിക്കൽ ട്രേസ് വരച്ചു. ഓക്കെ, ഇനി അതെന്ത് ചെയ്യണം? താഴെയും അടുത്ത എലിപ്റ്റിക്കൽ ട്രേസ് വരയ്ക്കണമല്ലോ. അപ്പോൾ താഴെ എലിപ്റ്റിക്കൽ ട്രേസ് വരയ്ക്കുമ്പം എന്ത് വരും? ആദ്യം y ആക്സിസിൽ 0, y ആക്സിസ് 0 ആകുമ്പം എക്സ് ആക്സിസിൽ ആരൊക്കെ വരും? എക്സ് ആക്സിസിൽ √2 വരും. y 0 ആണ്. ഇസഡിൻ്റെ വാല്യൂ -2. അപ്പം അതിന് പാരലായിട്ട് ഇവിടെ ഏത് വരും? ഇവിടെ എക്സ് ആക്സിസിൽ ഏത് വരും? എക്സ് ആക്സിസിൽ -√2 വരും. y 0 ആണ്. ഇസഡിൻ്റെ വാല്യൂ -2 ഒരു പോയിന്റ് വരും. പിന്നെ അടുത്ത ഏതാണ്? ഇതാ ഇവിടെയായിട്ട് വരും. എക്സ് കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് √2, ഇസഡിൻ്റെ വാല്യൂ -2 ഇവിടെ വരും. ഇതാ അതിന് ഓപ്പോസിറ്റ് ഇതാ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് -√2, ഇസഡ് -2 തന്നെ. അപ്പം ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് നമ്മളൊരു ലൈൻ വരയ്ക്കണം. ഇതിനെ തമ്മിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഏകദേശം ഇങ്ങോട്ട് പോയത് ഇവിടോട്ട് മതിയേ. ഇതിനെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചൊരു ലൈൻ ഇതാ വരയ്ക്കുന്നു. ഇതിനെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് എന്ത് വരയ്ക്കണം? എലിപ്റ്റിക്കൽ ട്രേസ് വരച്ചു. ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് നമ്മൾ എലിപ്റ്റിക്കൽ ട്രേസ് വരച്ചു. ഓക്കെ, അപ്പം നമുക്ക് എലിപ്റ്റിക്കൽ ട്രേസ് കിട്ടി.
ഇനി റഫ് സ്കെച്ച് എന്താ പറയുന്നത്, ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി എന്ന് പറയുന്ന പ്ലെയിനിൽ എലിപ്റ്റിക്കൽ ട്രേസ് വരച്ചു. അതിനുശേഷം എന്താണ്, എലിപ്സുകളുടെ ആക്സിസിന്റെ എൻ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഹൈപ്പർബോളിക് കർവ് വരയ്ക്കണം. അപ്പം ഏതൊക്കെ ഹൈപ്പർബോളിക് കർവ് വരയ്ക്കും, ഇതാ ഈ 3 പോയിന്റും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതാ ഈ 3 പോയിന്റും കൂടെ ചേരുന്ന ഒരു ഹൈപ്പർബോളിക് കർവ് വരയ്ക്കണം. ഓക്കെ, ഹൈപ്പർബോളയുടെ ഷേപ്പിലോട്ട് വരണം കേട്ടോ. ഇതാ ഈ രീതി ചരിച്ച് തന്നെ വരയ്ക്കണേ. അപ്പം ഇത് 3 കൂടെ യോജിപ്പിക്കുന്ന ഒരു ഹൈപ്പർബോളിക് ഷേപ്പ് വരും. പിന്നെ അതൊക്കെ തമ്മിലാ അല്ല, ഇവിടെ വരച്ചപ്പോഴേ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇത് വരയ്ക്കണ്ട കേട്ടോ, ഈ പോയിന്റ് വരയ്ക്കണ്ട കേട്ടോ, ഈ പോയിന്റ് എടുക്കണ്ട. ഇതാ ഈ പോയിന്റും ഇതാ ഏതൊക്കെയാണ് ഞാനിവിടെ കാണിക്കാമേ, വേറൊരു ഇങ്ക് ഉപയോഗിച്ച് അത് വരച്ച് കാണിക്കാം. ഇതാണ്ട് ഇതാ ഈ പോയിന്റ് ഹൈപ്പർബോളിക് കർവ് വരയ്ക്കാൻ വേണ്ടി ഈ എൻ പോയിന്റും എടുക്കണം. പിന്നെ ഏതാണ്, ഇതാ ഇതെടുക്കണം. ഏതാ, 0 -1 0. ഇതാ ഈ എൻ പോയിന്റ് എടുക്കണം. പിന്നെ ഇതാ ഈ എൻ പോയിന്റ് എടുക്കണം. ഇതിനെ 3നെയും കൂടെ യോജിപ്പിച്ച് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്, ഹൈപ്പർബോള വരയ്ക്കാനായിട്ട്. മനസ്സിലായോ? ഇതിനെ 3നെയും കൂടെ യോജിപ്പിച്ച് ഒരു ഹൈപ്പർബോള വരച്ചു. ഇനി രണ്ടാമത്തെ ഹൈപ്പർബോള വരയ്ക്കാൻ വേണ്ടി ഇതാ ഈ പോയിന്റ് എടുക്കണം. ഏതാ, √2 0 2 എന്ന് പറയുന്ന പോയിന്റും പിന്നെ ഏതാ, ഇതാ ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ 1 0 0 എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റും പിന്നെ ഏതാ √2 0 -2. ഇതിനെ 3നെയും കൂടെ യോജിപ്പിച്ച് എന്ത് ചെയ്യണം, അടുത്ത ഹൈപ്പർബോളിക് കർവ് വരയ്ക്കണം, രണ്ടാമത്തേത്. ഓക്കെ, പിന്നെ അടുത്ത ഹൈപ്പർബോളിക് കർവ് ആരെ തമ്മിലാ, ഇതാ ഇത് -√2 0 2 ഇതാ ഈ പോയിന്റ് ഏതാ -1 0 0 എന്ന് പറയുന്ന ഈ പോയിന്റും പിന്നെ ഇതാ ഇത് √2 0 -2 ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് അടുത്ത ഹൈപ്പർബോളിക് കർവ് വരയ്ക്കണം. പിന്നെ നാലാമത്തേത് 0 √2 √2 0 1 0യും 0 √2 -√2. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് എൻ പോയിന്റുകൾ. ഈ എലിപ്സിന്റെ എൻ പോയിന്റുകൾ ഇതാണ്. ഈ എൻ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ച് വേണം ഹൈപ്പർബോളിക് കർവ് വരയ്ക്കാൻ. അങ്ങനെ 4 ഹൈപ്പർബോളിക് കർവ് ഇരിക്കും. ഒരു ഹൈപ്പർബോളിക് കർവ് ഇതാണ്ട്, ഒന്ന് ഇതും പിന്നെ ഏതാണ് 0 -1 0 ആ പോയിന്റും 0 -√2 -√2 അത് 3ഉം കൂടെ ചേർത്ത് വരണം. ഇതാ ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ഇതാ ഏകദേശം ഈ ഷേപ്പിൽ അതിൻ്റെ റഫ് സ്കെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എണ്ണത്തിൻ്റെയാണ് പഠിച്ചത്. 1 എലിപ്സോയിഡിൻ്റെ പഠിച്ചു, 2 ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റിൻ്റെയും പഠിച്ചു. അതിൻ്റെ റഫ് സ്കെച്ച് വരയ്ക്കുന്ന മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് ചിലപ്പോൾ എക്സാമിന് എഴുതാൻ ചോദിക്കും. ആ റഫ് സ്കെച്ച് നോക്കി വേണം നമ്മുടെ എക്സാമിന് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനായിട്ട്. ഇത് രണ്ടും പഠിച്ചു വെച്ചണം. യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണും, ക്വാഡ്രാറ്റിക് സർഫസിൻ്റെ റഫ് സ്കെച്ചിങ്. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ ഈ ഫിഗർ വരച്ചേക്കുന്നത് ജസ്റ്റ് ഒരു റഫ് സ്കെച്ചാണ് വരച്ചേക്കുന്നത്. നിങ്ങളിത് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ.